എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രണ്ടാമത്തെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചില ക്ലാസ്സിലൊക്കെ നമ്മൾ എടുത്തുപോയ ടോപ്പിക് ആണെങ്കിലും ഒന്നുകൂടെ നിങ്ങളൊന്ന് കേട്ടേക്ക. രണ്ടാമത്തെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നാണ് ആ ഹെഡിങ്. മെഷർമെന്റ് ആ പേരറിയാമല്ലോ, അളവ്. നമുക്ക് എല്ലാത്തിനെയും നമുക്ക് ലെങ്ത് നമുക്ക് അളന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ രാവിലെ പാല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററിൽ അല്ലെങ്കിൽ 1/2 ലിറ്റർ അളന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അല്ല പാക്കറ്റ് കവർ ആകുമ്പോൾ 1/2 ലിറ്റർ അല്ലെ, അങ്ങനെ. അല്ലെങ്കിൽ 1 ലിറ്റർ വേണമെങ്കിൽ 2 പാക്കറ്റ് നമ്മൾ വാങ്ങിക്കുന്നു. അപ്പൊ എല്ലാത്തിനും കണക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ കടയിൽ പോയിട്ട് നമ്മളവിടെ 1/2 കിലോഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം നമ്മൾ തൂക്കിയാണ് വാങ്ങിക്കുന്നത്. മീൻ വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ ചെന്നാലും തൂക്കത്തിനനുസരിച്ചാണ് കൂടുതൽ സ്ഥലം നമ്മൾ വാങ്ങിക്കുന്നത്. ഫിഷ് തൂക്കിയാണ് മേടിക്കുന്നത്. അപ്പോൾ സ്വർണ്ണക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇച്ചിരൂടെ നമ്മൾ കെയർ കൊടുക്കും അല്ലെ. നമുക്കവിടെ സാധനം അതിന്റെ വില കൂടുതലായതുകൊണ്ട് സ്വർണത്തിന്റെ അളവ് നമ്മൾ വളരെ ശ്രദ്ധിച്ചേ വാങ്ങിക്കത്തുള്ളൂ. ബാക്കിയുള്ള സാധനം വില കുറഞ്ഞ സാധനങ്ങളാണെങ്കിൽ നമ്മൾ അത്ര ശ്രദ്ധ അതിന് തൂക്കത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നാലും നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷെ സ്വർണ്ണമാണെങ്കിൽ നമ്മൾ വളരെ കെയർ ആയിരിക്കും. അപ്പോ മെഷർമെന്റ് എന്ന് പറയുന്നത് ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടേം ആണ്. അപ്പൊ ആ മെഷർമെന്റ് എന്ത് പ്രോസസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ ആണ്. ഒരു നോൺ ക്വാണ്ടിറ്റിയും അൺനോൺ ക്വാണ്ടിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മളൊരു തക്കാളി വാങ്ങിക്കാനായിട്ട് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പണ്ടത്തെ സിസ്റ്റം, ഇന്നാണെങ്കിൽ ഡിജിറ്റൽ മെഷറിംഗ് സിസ്റ്റം ആണ്. പണ്ടത്തെ ഒരു ത്രാസിലാണ് വെക്കണമെങ്കിൽ നമുക്ക് 1/2 കിലോഗ്രാം തക്കാളി വേണമെന്ന് പറയുമ്പോൾ 1/2 കിലോയുടെ ഒരു ഇരുമ്പിന്റെ ഒരു കട്ടിയുണ്ട്. അതൊരു ത്രാസിൽ വെച്ചിട്ട് തക്കാളി മറു ത്രാസിൽ വെച്ചിട്ട് അത് ഈക്വൽ, ആ പാൻ രണ്ടും ഒരേ ലെവലാകുമ്പോൾ നമുക്ക് എടുത്തു തരും. അപ്പോൾ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. തക്കാളിയുടെ മാസ് എന്നുള്ളത് അൺനോൺ ആണ്, ആ ഇരുമ്പിന്റെ കട്ടിയുടെ മാസ് നോൺ ആണ്. ഇനി നമ്മൾ നമ്മെ ഒരു മുറിയുടെ അളവ് നമുക്ക് എടുക്കണം. അളവെടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് അറിയാവുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നെങ്കിൽ മെഷറിംഗ് ടേപ്പ് എടുക്കും, അല്ലെങ്കിൽ മീറ്റർ സ്കെയിൽ എടുക്കും അല്ലെ. മീറ്റർ സ്കെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ മീറ്റർ സ്കെയിൽ എടുത്തിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ ഈ മീറ്റർ സ്കെയിൽ എന്നുള്ളത് നോൺ ക്വാണ്ടിറ്റി ആണ്, ആ മുറിയുടെ അളവ് എന്നുള്ളത് അൺനോൺ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ മെഷർമെന്റ് എന്നുള്ളത് ഒരു കമ്പാരിസൺ ആണ്. ഇനി മെഷർമെന്റ് നമുക്ക് എങ്ങനെയൊക്കെ നടക്കാം? ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അളക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അളക്കാം. അതൊക്കെ വിശദമായിട്ടൊക്കെ നമ്മൾക്ക് പഠിക്കേണ്ടത്. നമുക്ക് സമയം കുറവുണ്ടോ ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഈ ഒരു കല്ല് ഞാനിപ്പോ നിങ്ങൾ കാണിച്ചു തരാം. ഈ കല്ലിന്റെ ഷേപ്പ് നോക്കുക, ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പാണ്. ഈ കല്ലിന്റെ വോളിയം നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? അളക്കാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഡയറക്റ്റ് മെത്തേഡ് ഇല്ല, ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇതൊരു മെഷറിംഗ് ജാറാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇത് 200 ml വരെയും വെള്ളമുണ്ട്. അതിലേക്ക് ഞാൻ ഈ കല്ല് വളരെ ശ്രദ്ധാപൂർവം ഇറക്കുകയാണ്. കല്ല് ഇറക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോ അത് 220 ml ആയി. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 220-ൽ നിന്ന് 200 ml മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ആ കല്ലിന്റെ വോളിയം എന്ന് പറയുന്നത് 20 മില്ലി ലിറ്റർ ആണ്. അപ്പൊ അത് നേരിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ അളന്നത്. ഇനി നമ്മൾ സമുദ്രത്തിന്റെ ആഴം അളക്കണം. സമുദ്രത്തിന്റെ ആഴം അളക്കാനായിട്ട് അവിടെ പോയിട്ട് നമുക്ക് നേരിട്ടുള്ള സിസ്റ്റത്തിൽ നടക്കത്തില്ല. മീറ്റർ സ്കെയിലുമായിട്ട് താഴോട്ട് പോയിട്ടൊന്നും അളവ് നടക്കത്തില്ല. അവിടെ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്. അപ്പൊ അത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇനി മൂണിലോട്ടുള്ള അകലം അളക്കണം. അവിടെ നമ്മൾ ലേസർ അല്ലെങ്കിൽ റേഡിയോ വേവ് അയച്ചിട്ടാണ് അളക്കുന്നത്. അപ്പൊ അതും ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇനി ഒരു ടേബിളിന്റെ നീളം അളക്കണം. അതിനെ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് അളക്കാം. അപ്പൊ മെഷർമെന്റ് നേരിട്ടും ആകാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് അളക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ്. അപ്പൊ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അളക്കാൻ പറ്റുന്ന ആ ക്വാണ്ടിറ്റീനെ നമുക്ക് എന്ത് വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെക്കാം. അത് ഉപയോഗിച്ച് നമുക്ക് പല നിയമങ്ങളും എഴുതി വെക്കാൻ പറ്റും.
അങ്ങനെ എഴുതി വെക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരാണ് physical quantity എന്നുള്ളത്. The quantity which can be measured and in terms of which laws of physics can be expressed. ഫിസിക്സിലെ നിയമങ്ങൾ നമുക്ക് എഴുതി വെക്കാൻ പറ്റണം. ഒന്നുകൂടെ മനസ്സിലാക്കുക. The quantities which can be measured means നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. And in terms of which laws of physics, ഫിസിക്സിലെ നിയമങ്ങൾ നമുക്ക് എഴുതി വെക്കാൻ പറ്റണം. അങ്ങനെയുള്ള ക്വാണ്ടിറ്റിനെ വിളിക്കുന്നവരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇവിടെ ഞാനിപ്പോ ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കാൻ മെഷർമെന്റ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അതൊക്കെ നോക്കി വായിച്ച് അതൊന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തൊന്നുമില്ല. ഇനി എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ഞാനിപ്പോ പറഞ്ഞു. ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ എഴുതി വെക്കുന്ന ഒരു ഫോർ എക്സാമ്പിൾ നമ്മള് ലെങ്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഈക്വൽ ടു നമ്മൾ പറയുന്നത് 2 മീറ്റർ എന്ന് എഴുതി വെച്ചു. അപ്പൊ 2 എന്നുള്ളത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്, മീറ്റർ എന്നുള്ളത് യൂണിറ്റ് ആണ്. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് മനസ്സിലാക്കിയേക്കാം. ഒന്ന് ന്യൂമറിക്കൽ വാല്യൂ ആണ്, രണ്ട് അതിന്റെ യൂണിറ്റ് ആണ്. അത് ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് യൂണിറ്റ് എന്ന് നോക്കുക. ഇറ്റ് ഈസ് എ നോൺ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ്. കൂടുതൽ ഡെഫിനിഷൻ ഒന്നും മനസ്സിലാക്കണ്ട, അങ്ങനെയല്ല, ഇച്ചിരൂടെ ലെങ്തി ഡെഫിനിഷൻ ആണ്, പക്ഷെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് എ നോൺ മീൻസ് അറിയാവുന്ന, സ്റ്റാൻഡേർഡ് മീൻസ് ഈ ലോകത്ത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ മേശയുടെ നീളം അളക്കുന്നത് മീറ്ററിലല്ലേ. അങ്ങ് ഇംഗ്ലണ്ടിൽ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും ഉഗാണ്ടയിൽ ചെന്നാലും ചൈനയിൽ ചെന്നാലും ജപ്പാനിൽ ചെന്നാലും ലെങ്ത് അളക്കാൻ പോണത് മീറ്ററിലാണ്. അപ്പൊ ഇറ്റ് ഈസ് എ നോൺ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ്. മാസ് അളക്കുന്നത് ഇന്ത്യയിൽ കിലോഗ്രാം ആണ്, ലണ്ടനിൽ കിലോഗ്രാം ആണ്, അങ്ങ് യൂറോപ്പിൽ ചെന്നാലും കിലോഗ്രാം ആണ്. അപ്പോൾ നോൺ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ് വിളിക്കുന്നവരാണ് യൂണിറ്റ്. ഇനി നല്ലൊരു യൂണിറ്റിന് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും? യൂണിറ്റിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, ഒരു നല്ലൊരു യൂണിറ്റിന് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും എന്ന് നോക്കുക. ഒന്ന് വെൽ ഡിഫൈൻഡ് എന്നാണ്. വെൽ ഡിഫൈൻഡ് മീൻസ് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഈസിലി ആക്സസിബിൾ ആണ്. സപ്പോസ് നമ്മളൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി, അതിനൊരു 10 മീറ്റർ നീളമുള്ളതാണെന്നിരിക്കട്ടെ. 10 മീറ്റർ നീളമുള്ള ആ ഒരു ഡിവൈസുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ നടക്കാൻ പറ്റും? നേരെ മറിച്ച് നോക്കുക, ഈ മീറ്റർ സ്കെയിൽ ഞാൻ പറഞ്ഞു, ഇത് വളരെ ഈസിയാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും, സിമ്പിൾ ആണ് അല്ലെ, വെയിറ്റ് കുറവാണ്, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളൊക്കെ ഇതിനുണ്ട്. ഈസിലി ആക്സസിബിൾ ആണ്. ഇൻവേരിയബിൾ മീൻസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടാനും പാടില്ല, ടെമ്പറേച്ചർ കുറയുമ്പോൾ കുറയാനും പാടില്ല, ഒരു കാരണവശാലും അതിന്റെ ലെങ്ത് മാറാൻ പാടില്ല. ഇൻവേരിയബിൾ എന്ന മീനിങ് അതാണ്. ഇനി റീപ്രൊഡ്യൂസിബിൾ. ഇപ്പൊ ഈ മീറ്റർ സ്കെയിൽ ഞാൻ ലാബിൽ കൊണ്ടുവന്നു, ഞാൻ അല്ലെങ്കിൽ അബദ്ധത്തിൽ ഇത് നിലത്ത് വീണ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ 100 മീറ്റർ സ്കെയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ്? റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കണം. അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ, ഒന്ന് വായിച്ച് മനസ്സിലാക്കിയേക്കാം. ഇനി ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ കാര്യം ഒന്ന് കൂടെ മനസ്സിലാക്കിയേക്കാം. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഇത് ഇവിടെ കിടന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നോക്കാം. ഇനി യൂണിറ്റ് നോക്കുക. എന്തെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താന്ന് പറഞ്ഞു. നമുക്ക് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് എന്താണ് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നുള്ളത്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 7 ക്വാണ്ടിറ്റീസ് ഉണ്ട്. ശ്രദ്ധിക്കുക, എ ലിസ്റ്റ് ഓഫ് 7 ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ്. A list of 7 independent quantities is known as fundamental quantities. അതിന്റെ യൂണിറ്റിനെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്നും പറയും. ഇനി എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്?
ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വെച്ച് എഴുതി വെക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്, ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കിട്ടിയില്ലെങ്കിൽ മലയാളത്തിലെങ്കിലും എഴുതി വെക്കുക. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വെച്ച് എഴുതി വെക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ്. അപ്പൊ എന്താണ് ഡിറൈവ്ഡ്? നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നോട്ട്ബുക്ക് തുറന്നു വെച്ച് മനസ്സിലാക്കുക. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വെച്ച് എഴുതി വെക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അത് എഴുതി വെക്കാൻ എളുപ്പമാണ്. The quantities which can be expressed in terms of fundamental quantities is known as derived quantities. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നാളെ പരീക്ഷ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഇത് ചോദിക്കും, എനിക്ക് പറഞ്ഞു തരാം. ഇനി റൂൾസ് ഫോർ റൈറ്റിംഗ് യൂണിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, ബൈ ഹാർട്ടിൽ പഠിക്കണ്ട. ഒരു സയന്റിസ്റ്റിന്റെ പേരിലുള്ള യൂണിറ്റ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ സയന്റിസ്റ്റിന്റെ പേര് ക്യാപിറ്റലിൽ എഴുതി യൂണിറ്റ് എഴുതാൻ പാടില്ല. അതായത് 1 ന്യൂട്ടൺ എന്ന് നിങ്ങൾ എഴുതാൻ പാടില്ല, അത് തെറ്റാണ്. നിങ്ങൾക്ക് സ്മോൾ ലെറ്റർ സയന്റിസ്റ്റിന്റെ പേരാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇനി 2 ആംപിയർ ഇങ്ങനെ എഴുതാം. പക്ഷേ 2 ആംപിയർ ക്യാപിറ്റലിലാണ് എഴുതുന്നതെങ്കിൽ ഇത് തെറ്റാണ്. ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ വരുന്ന ക്വാണ്ടിറ്റി യൂണിറ്റ് നമ്മൾ ഒരിക്കലും ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യരുത്, അത് സ്മോൾ ലെറ്ററിലെ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഇനി ആ യൂണിറ്റ് നമ്മൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, സിമ്പിൾ കൊടുത്ത് എഴുതാം. സിമ്പിൾ ആകുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഉപയോഗിക്കാം. 1 വാട്ട് ന്യൂട്ടൺ എഴുതാം, 2 ആംപിയർ എഴുതാം, അതുപോലെ തന്നെ 3 വാട്ട് എഴുതാം, അല്ലെ? ജെയിംസ് വാട്ട് നിങ്ങൾ കേട്ട് കാണും. 2 വാട്ട് എഴുതാം. ഇനി 5 ടെസ്ല എന്ന് എഴുതാം. ഇനി എന്താണ് 20 ഹെർട്സ് എന്ന് എഴുതാം. ഹെൻറിച്ച് ഹെർട്സ് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. അപ്പോ ഇവിടെ സിമ്പിൾ ആണ് ഉപയോഗിക്കണമെങ്കിൽ ഇത് തെറ്റാണ്. 2 ന്യൂട്ടൺ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. എഴുതുമ്പോൾ ക്യാപിറ്റലിൽ എഴുതാവുള്ളൂ. സയന്റിസ്റ്റിന്റെ പേര് വരുന്നതെല്ലാം ക്യാപിറ്റലിൽ എഴുതാവുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി പ്ലൂറൽ ആയിട്ട് എഴുതത്തില്ല. ഇപ്പൊ നമ്മള് 2 മീറ്റർ എന്ന് എഴുതത്തുള്ളൂ. അല്ലെങ്കിൽ വേർഡ്സ് ആണ് എഴുതുന്നെങ്കിൽ ഇങ്ങനെ എഴുതാം. പക്ഷെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ എഴുതത്തില്ല, മീറ്റേഴ്സ് എന്ന് എഴുതത്തില്ല. നമ്മൾ അവിടെ പ്ലൂറൽ ഫോം ഉപയോഗിക്കത്തില്ല, എപ്പോഴും സിംഗിൾ ഫോമേ ഉപയോഗിക്കത്തുള്ളൂ. ചില ആൾക്കാർ പറയും 3 അവേഴ്സ് എന്ന് പറയും, 3 അവേഴ്സ് എന്ന് പറയും. അങ്ങനെ എഴുതത്തില്ല, 3 അവർ എന്നേ പറയത്തുള്ളൂ. മണിക്കൂർ എന്നേ പറയത്തുള്ളൂ, മണിക്കൂറുകൾ എന്ന് പറയത്തില്ല. അപ്പോ ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. അപ്പൊ അത്രയും ക്ലിയർ ആയല്ലോ. പ്ലൂറൽ ഫോം നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇനി ഒന്നിലധികം ടേംസ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്, 3 മീറ്റർ എന്ന് എഴുതും. പക്ഷെ ഇത് തെറ്റാണ്. നിങ്ങൾ എഴുതുമ്പോൾ ഒരു ഗ്യാപ്പ് അവിടെ കീപ്പ് ചെയ്ത് എഴുതണം. ഒരു ഗ്യാപ്പ് അവിടെ വേണം. 3 മീറ്റർ ഒരു ഗ്യാപ്പ് എഴുതണം. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ എഴുതുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡോട്ടൊക്കെ ഇടും. അത് തെറ്റാണ്, അങ്ങനെ ഇടാൻ പാടില്ല. ഡോട്ട് ഇവിടെ വരാൻ പാടില്ല. 3 മീറ്റർ എന്ന് എഴുതാറുള്ളൂ. ഓക്കെ, അപ്പൊ പങ്ക്ച്വേഷൻ മാർക്ക് ഒന്നും വരാൻ പാടില്ല. ഇനി 2 ഗ്യാപ്പ് ഇട്ടിട്ട് കിലോഗ്രാം മീറ്റർ. ചില ആൾക്കാർ ഇങ്ങനെ എഴുതും, കിലോഗ്രാം -മീറ്റർ എന്ന് എഴുതും. അങ്ങനെ എഴുതാൻ പാടില്ല. നിങ്ങൾ എഴുതാൻ പോണത് കിലോഗ്രാം വേണമെങ്കിൽ ചെറിയ സ്പേസ് ഇട്ടിട്ട് മീറ്റർ എന്ന് എഴുതാം. അല്ലാതെ ഇവിടെ ഹൈഫണോ ഡോട്ടോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കിലോഗ്രാം മീറ്റർ എന്ന് ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് എഴുതിയാൽ മതി.
ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യൂണിറ്റ് എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോഴും ഞാൻ ചില ക്ലാസ്സിൽ പറഞ്ഞാണ്, പലയിടത്തൊക്കെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടതാണ്. ഇപ്പൊ കിലോമീറ്റർ ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത് കണ്ടതാണ്. ട്രിവാൻഡ്രം 165 ഇങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ട്. ഇതിങ്ങനെ എഴുതി വെക്കണ തെറ്റാണ്. ഇത് എഴുതി വെക്കേണ്ട ഇങ്ങനെയായിരുന്നു. 165 സ്മോൾ ലെറ്റർ കെയും സ്മോൾ ലെറ്റർ എമ്മും ഉപയോഗിക്കാറുള്ളൂ. ഇത് കിലോമീറ്റർ ആണ്. ഇത് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇത് വായിക്കുന്നത് കെൽവിൻ മെഗ എന്നാണ്. രണ്ടും 2 ലെറ്റർ ആണ്. സിമ്പിൾ ആണ്. എഴുതി വെക്കേണ്ടത് 165 സ്മോൾ ലെറ്റർ കെ എം എന്നാണ്. അത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കിയൊക്കെ ഇതാണ് റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നോക്കുക, സിസ്റ്റം ഓഫ് യൂണിറ്റ്. സിസ്റ്റം മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ഇന്റർ റിലേറ്റഡ് യൂണിറ്റ്. മീൻസ് പരസ്പര ബന്ധമുള്ള യൂണിറ്റുകളെല്ലാം കൂടെ എടുത്ത് പറയുന്നതിനാണ് സിസ്റ്റം ഓഫ്. കമ്പ്യൂട്ടർ സിസ്റ്റം പറയുമ്പോൾ നമ്മൾ പറയുന്നത് മോണിറ്റർ വേണം, അല്ലെ, കീബോർഡ് വേണം, CPU വേണം. അത് മൂന്നും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ സിസ്റ്റം എന്നുള്ളത്. സോളാർ സിസ്റ്റം പറയുമ്പോൾ സണ്ണുണ്ട്, പ്ലാനറ്റ് ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്, അസ്റ്ററോയിഡ്സ് ഉണ്ട്, കോമറ്റ് ഉണ്ട്, എല്ലാം കൂടെ പറയുന്നവരാണ് സോളാർ സിസ്റ്റം. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലും പല സിസ്റ്റം, ഇങ്ങനെ ആ ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ് നിലവിലുണ്ടായിരുന്നു. അപ്പൊ അതില് ആ സിസ്റ്റം ഇത് നമ്മുടെ ക്ലാസ് ടേബിളിൽ കൂടെ ഉണ്ട്, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചോദിക്കത്തൊന്നുമില്ല. CGS സിസ്റ്റം. C എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ്, G എന്ന് പറയുന്നത് ഗ്രാം ആണ്, S എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഇതൊരു ഫ്രഞ്ച് സിസ്റ്റമാണ്, ഫ്രാൻസിലുണ്ടായിരുന്നതാണ്. MKS സിസ്റ്റം, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, അതും ഫ്രഞ്ച് സിസ്റ്റമാണ്. FPS സിസ്റ്റം, ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്, ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. ഇങ്ങനത്തെ പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിരുന്നു. നിങ്ങൾക്ക് പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ക്ലാസ് ടേബിളിൽ കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. 1960 ഫ്രാൻസില് സിവ്രസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ലോകത്തുള്ള സയന്റിസ്റ്റുകളെല്ലാം ഒത്തുകൂടി അവര് ഒരു 7 ബേസ് ക്വാണ്ടിറ്റീനെ സെലക്ട് ചെയ്തു, 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീനെയും സെലക്ട് ചെയ്തു. ബേസ് ക്വാണ്ടിറ്റിയും അതിന്റെ യൂണിറ്റും, സപ്ലിമെന്ററി ക്വാണ്ടിറ്റി. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് SI സിസ്റ്റം. ഈ S ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഇത് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ MBBS നിങ്ങൾ കേട്ടാണോ, അല്ലെ? MBBS കേട്ടാണല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്ത് ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സയൻസ് ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് MBBS എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് SI സിസ്റ്റത്തിന് നമ്മൾ പറയുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ്. പക്ഷെ ഇതൊരു ഫ്രഞ്ച് സിസ്റ്റമാണ്. അപ്പൊ അതിന്റെ പറയുന്നത് എങ്ങനെയാണ്, സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ്. ഡി എന്ന് മാത്രമാണ്, ഡി യൂണിറ്റ്, സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ്. അതിന്റെ അബ്രീവിയേഷൻ ആണ് SI സിസ്റ്റം. അപ്പൊ SI സിസ്റ്റത്തിന്റെ അകത്ത് 7 ബേസ് ക്വാണ്ടിറ്റീനെ എടുത്തു. എന്തൊക്കെയാണെന്ന് നോക്കിയേ, മാസ് ഉണ്ട്, അല്ലെ? മാസിന്റെ
യൂണിറ്റ് കിലോഗ്രാം ആണ് സിമ്പല് സ്മോൾ ലെറ്റർ kg. ഇനി രണ്ടാമത്തെ ലെങ്ത്, അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, സിമ്പല് m ആണ്, സ്മോൾ ലെറ്റർ m. ടൈം സെക്കൻഡ്, അതിന്റെ സിമ്പല് s. ടെമ്പറേച്ചർ എടുക്കുന്നത് കെൽവിൻ എന്ന് പറയും. കെൽവിന്റെ സിമ്പല് ക്യാപിറ്റൽ K ആണ്. ഇനി ഇലക്ട്രിക് കറണ്ട്, അത് യൂണിറ്റ് ആംബിയർ വേർഡ്സിൽ എഴുതും, ക്യാപിറ്റൽ A സിമ്പലാണ്. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില സിമ്പല് CD എന്നാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് MOL ആണ് ക്വാണ്ടിറ്റി, MOL എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട, ഇത് നിങ്ങളെ ക്ലാസ് ടേബിളിലുണ്ട്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിരുന്നേക്ക. അടുത്ത ടേം മൾട്ടിപ്പിൾ ആൻഡ് സബ്മൾട്ടിപ്പിൾ ഒക്കെ നമുക്ക് നാളെ ക്ലാസ് ടേബിൾ നിങ്ങളെ തന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10⁻³ നിങ്ങൾ കേട്ട് കാണും. ഇതിന്റെ കിലോ എന്നാണ് നമ്മൾ പറയുന്നത്, സിമ്പല് K ആണ്, സ്മോൾ ലെറ്റർ K ആണ്. 10⁻⁶ പറയുമ്പോൾ അത് പറയുന്നത് മെഗ എന്നാണ്, സിമ്പല് ക്യാപിറ്റൽ M ആണ്. 10⁹ പറയുമ്പോൾ ജിഗ, ക്യാപിറ്റൽ G. അങ്ങനെ എന്തായാലും ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട, നിങ്ങൾ ക്ലാസ് ടേബിളിലുണ്ട്, നാളെ വരുമ്പോൾ നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഇന്ന് കുറച്ച് അസൈൻമെന്റ് ഞാൻ തരും, നിങ്ങൾ അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ വരാവുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേം ആണ് ഡയമെൻഷൻസ്. അളവുകൾ എന്നർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ഡയമെൻഷൻസ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ച് എഴുതി വെക്കുന്ന ക്വാണ്ടിറ്റീസിന് വിളിക്കുന്ന പേര് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ്. അപ്പൊ ഈ ഡയമെൻഷൻസിന്റെ അകത്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഏതൊക്കെ രീതിയിലാണ് ബേസ് ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചത്, അതിനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷൻസ്. എത്ര പ്രാവശ്യം നമ്മൾ ലെങ്ത് ഉപയോഗിച്ചു, എത്ര പ്രാവശ്യം മാസ് ഉപയോഗിച്ചു, എത്ര പ്രാവശ്യം ടൈം ഉപയോഗിച്ചു, അത് പറയുന്ന ആ അളവിനെയാണ് നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡയമെൻഷൻസ് അതിന്റെ ഡെഫിനിഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. Dimensions of a physical quantity are the powers to which fundamental quantity must be raised to represent that physical quantity. ആ ഡയമെൻഷൻസ് നിങ്ങളൊന്ന് വായിച്ച് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് വരണം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒന്ന് വായിച്ച് പഠിച്ചേക്കുക. Dimensions of a physical quantity are the powers to which the fundamental units must be raised in order to represent that quantity. ഇതിന് 7 dimensions എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് മാസ് നമ്മൾ സിമ്പല് കൊടുക്കുന്നത് ക്യാപിറ്റൽ എമ്മിലാണ്, ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് ക്യാപിറ്റൽ എൽ, ടൈം കൊടുക്കുന്നത് ക്യാപിറ്റൽ T, കറണ്ട് ഇലക്ട്രിക് കറണ്ട് കൊടുക്കുന്നത് ക്യാപിറ്റൽ A, ടെമ്പറേച്ചർ കൊടുക്കുന്നത് ക്യാപിറ്റൽ K, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കൊടുക്കുന്നത് CD, ലൂമിനസ് ഇന്റൻസിറ്റി കൊടുക്കുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് MOL, ഇത് CD. അപ്പോ ഇങ്ങനെ 7 ഡയമെൻഷൻസ് ആണ് നമ്മൾ പറയുന്നത്.
അപ്പൊ എന്താണ് ഒന്നുകൂടെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് മസ്റ്റ് ബി റേസ്ഡ് ടു റെപ്രസെന്റ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതി വെക്കാനായിട്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ഏത് പവറാണ് നമ്മൾ ഉപയോഗിച്ചത് അതിനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷൻസ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഏരിയ എടുത്തു. ഏരിയ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക കേട്ടോ, നല്ലോണം എഴുതി പഠിക്കണേ. നമ്മൾ സാധാരണ പറയുന്നത് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സാധാരണ നമ്മൾ പറയുന്ന ഏരിയ ലെങ്ത് ഇൻറ്റു റെക്ടാംഗുലർ ബ്ലോക്കിന്റെ ഏരിയ പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പോൾ ഡയമെൻഷൻ എങ്ങനെ എഴുതുന്ന നോക്കുക. എ എന്ന് എഴുതുക. ഏരിയയുടെ സിമ്പല് എ ആണ്. ഡയമെൻഷൻ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഈക്വൽ ടു ലെങ്ത് എന്ന് പറയുന്നത് എൽ തന്നെയാണ്. ബ്രെഡ്ത്തും എന്ത് തന്നെ? എൽ. ഈക്വൽ ടു എൽ ഇൻറ്റു എൽ. എൽ സ്ക്വയർ വരത്തില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നത്, ഇതിനകത്ത് മാസ് ഇല്ല. മാസ് ഇല്ലെങ്കിൽ നമ്മൾ m/0 എന്ന് കൊടുക്കുക. ലെങ്ത് സ്ക്വയർ വന്നു ടി എൽ സ്ക്വയർ. ടൈം ഇല്ല, t/0. ഇപ്പൊ ഏരിയയുടെ ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതിന്റെ അർത്ഥം ഏരിയ അളക്കാനായിട്ട് മാസ് ഇല്ല. മാസ് 0 ടൈമാണ് വന്നിരിക്കുന്നത്. ടൈമും ഇല്ല, 0 ടൈമാണ്. പക്ഷെ ലെങ്ത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോ ഈ പവറിനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒന്നുകൂടെ മനസ്സിലാക്കി പഠിക്കുക. ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് മസ്റ്റ് ബി റേസ്ഡ് ടു റെപ്രസെന്റ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി നമുക്ക് രണ്ടാമത്തൊന്ന് നോക്കുക. ഏരിയ നമ്മളിപ്പോ പറഞ്ഞു. വോളിയം എടുത്തു. വോളിയം ഈസ് ഈക്വൽ ടു വാട്ട്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നോക്കുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. വോളിയത്തിന്റെ സിമ്പല് വി ആണ്. ലെങ്ത് എൽ തന്നെയാണ്. ബ്രെഡ്ത്ത് അതും എൽ തന്നെയാണ്. ഹൈറ്റ് അതും എൽ തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ക്യൂബ്. ഇതിനകത്ത് മാസ് ഇല്ലല്ലോ. ഇല്ലെങ്കിൽ m/0 കൊടുക്കുക. ലെങ്തിന്റെ അവിടെ l/3 കൊടുക്കുക. ടൈമിന്റെ അവിടെ t/0 കൊടുക്കുക. അപ്പോ വോളിയം ഹാസ് 0 dimension in mass, 3 dimension in length, 0 dimension in time. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഇനി അടുത്തൊരു ക്വാണ്ടിറ്റി പറയാം. ഡെൻസിറ്റി. ഡെൻസിറ്റി എങ്ങനെ എഴുതാൻ നോക്കുക. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇപ്പൊ ഡെൻസിറ്റിയുടെ സിമ്പല് റോ എന്നാണ്. ഇത് ഇതിന്റെ ക്ലാസ് ടേബിളിലുണ്ട്, എന്നാണ് ഞാൻ കാണിച്ചു തരാം. ഇനി മാസിന്റെ സിമ്പൽ എന്താന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എം ആണ്. വോളിയത്തിന്റെ ഡയമെൻഷൻ ഇപ്പൊ നമ്മൾ എഴുതിയതേ ഉള്ളൂ, എൽ ക്യൂബ്. ഇപ്പൊ ഈക്വൽ ടു ഇങ്ങനെ എഴുതി പോവാം. m/1 മീൻസ് ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട്. രണ്ടാമത് എൽ എഴുതുക. ഇത് l/3 അല്ലേ? മുകളിൽ വരുമ്പോൾ l/-3 എന്ന് എഴുതാം. ടി ഇല്ല. അപ്പൊ ടി ഇല്ലെങ്കിൽ t/0 എന്നാണ് എഴുതുന്നത്. അപ്പൊ എങ്ങനെ വായിക്കുന്ന? ഡെൻസിറ്റി ഹാസ് 1 dimension in mass, -3 dimension in length, 0 dimension in time.
ഡിമെൻഷൻ എന്നൂടെ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഡിമെൻഷൻ എന്നാണ്. ഞാനിങ്ങനെ ഡയമെൻഷൻ മീൻസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഡിമെൻഷൻ എന്നാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. അപ്പം അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഓരോന്നും ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. ഇനി അടുത്തത് നിങ്ങളിപ്പോ ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചതാണ് വെലോസിറ്റി. ഇതിങ്ങനെ എഴുതാൻ നോക്കുക. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ക്ലിയർ ആയല്ലോ. ഇനി എങ്ങനെ എഴുതാൻ പോണം നോക്കിക്കേ. വെലോസിറ്റി, വെലോസിറ്റിയുടെ സിമ്പല് വി ആണ്, സ്മോൾ ലെറ്റർ വി ആണ്. ഇങ്ങനെ എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് മീൻസ് ലെങ്ത് ആണ്. ലെങ്തിന്റെ സിമ്പൽ എന്താ? എൽ ആണ്. ടൈം, ടൈം ടി. എഴുതുന്ന ശ്രദ്ധിക്കുക. വെലോസിറ്റി എഴുതാനായിട്ട് മാസ് ഇല്ല. മാസ് ഇല്ലെങ്കിൽ m/0 എന്ന് കൊടുക്കുക. എൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ടി ഒരു പ്രാവശ്യം ഡിനോമിനേറ്ററിലാണ് വന്നത്. അപ്പൊ t⁻⁻1 എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് വെലോസിറ്റി എഴുതുന്നത് 0 ഡയമെൻഷൻ ഇൻ മാസ്, 1 ഡയമെൻഷൻ ഇൻ ലെങ്ത്, -1 ഡയമെൻഷൻ ഇൻ ടൈം. ക്ലിയർ ആയോ? ഇനി ആക്സലറേഷൻ എന്താന്ന് നോക്കുക. ആക്സലറേഷൻ is equal to velocity divided by time. Rate of change of velocity ആണ്. Velocity divided by time. Acceleration is equal to velocity divided by time. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കി. ആക്സലറേഷൻ സിമ്പിൾ a ആണ്. a is equal to velocity. Velocity ഇപ്പൊ നമ്മൾ എഴുതിയത് Lt-1 divided by t. ഇപ്പൊ t മുകളിൽ വരുമ്പോൾ t⁻⁻1 ഉണ്ട്. ആ -1ന്റെ കൂട്ടത്തില് ഈ -1 കൂടെ കൂടും. അപ്പൊ എന്തായി? Lt-2. നമ്മൾ എഴുതുന്ന ശ്രദ്ധിക്കുക. m ഇല്ല, ഇല്ലെങ്കിൽ m⁻⁻0 Lt-2. അപ്പൊ ശ്രദ്ധിക്കുക. Acceleration has 0 dimension in mass, 1 dimension in length, -2 dimension in time. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഫോഴ്സ് എങ്ങനെ എഴുതാൻ നോക്കുക. ചെറിയ ക്ലാസ്സിൽ കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫോഴ്സ്. ഫോഴ്സ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. നമുക്ക് ഈ യൂണിറ്റില് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഇയറിൽ എല്ലായിടത്തും ആവശ്യമായിട്ടുള്ള ഒരു ഫോർമുലയാണ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ഫോഴ്സിന്റെ സിമ്പല് എഫ് ആണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക ഇറ്റ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുലയാണെന്ന് മനസ്സിലാക്കുക. ഡയമെൻഷൻ ഇക്വേഷൻ എന്ന് പറയുന്ന മാസ്, മാസിന്റെ സിമ്പൽ എന്താ? എം ആണ്. ആക്സലറേഷൻ, ആക്സലറേഷന്റെ Lt-2 ആണ്. അപ്പൊ ഇതെങ്ങനെ എഴുതും നോക്കാം. m Lt-2. അപ്പൊ ഫോഴ്സ് എങ്ങനെ എഴുതി വെച്ചാൽ 1 dimension in mass, 1 dimension in length, -2 dimension in time. ക്ലിയർ ആയോ? -2 dimension in time. എന്തായാലും ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഞാൻ ഇന്ന് കുറച്ച് വർക്ക് നിങ്ങൾക്ക് തരാം. അത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നാളെ കൊണ്ടുവരണം. ഇപ്പൊ ഡിമെൻഷണൽ ഫോർമുല, ഡിമെൻഷണൽ ഇക്വേഷൻ, ഡിമെൻഷൻ എന്താണെന്നൊക്കെ നാളെ ചോദിക്കും. ഡെപ്തില് പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാനായിട്ട്. നമുക്ക് കുറേശ്ശെയായിട്ട് പോയാൽ മതി. പക്ഷേ ആൾട്ടർനേറ്റ് ദിവസങ്ങളിൽ ഫിസിക്സിന്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിടും. നിങ്ങളത് കണ്ടേ പറ്റൂ. ഓക്കെ. അറ്റൻഡൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോകുന്നതാണ്. അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഞാൻ C മാർക്ക് ഫുൾ കൊടുക്കത്തില്ല. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടേ പറ്റും. ഓക്കെ. താങ്ക് യു. കിട്ടിയത്.